ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ പ്രവേശനോത്സവമായിരുന്നു. നമ്മുടെ പൊന്നുകുട്ടന് സ്കൂളിൽ ചെന്നപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല രസമായിരുന്നു. ഒരു വലിയ മുയൽ, ആ മുയലായിരുന്നു ഇന്നത്തെ താരം. കുട്ടികളെല്ലാം പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊന്നുകുട്ടനോട് പറഞ്ഞപ്പോൾ ആദ്യം പേടി, അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് പതുക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കേണ്ടത്. ഒറ്റയ്ക്ക് നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല, അതുകൊണ്ട് ഇത്രയേ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ മുയൽ അത് നടക്കും. പിന്നെ അതിനൊരു സൗണ്ട് ഉണ്ട് കേട്ടോ. ഉള്ളിൽ അവർ ഫാൻ എന്തോ വെച്ചിട്ടുണ്ട്, അകത്തല്ലെങ്കിൽ കാറ്റ് കയറില്ലല്ലോ, അതുകൊണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇവർക്ക് പേടി. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അതാ തൊപ്പി വെക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് ന്യൂ അഡ്മിഷൻ. അപ്പോൾ അവർക്ക് കിരീടം വയ്ക്കും, അക്ഷരങ്ങളുടെ കിരീടമൊക്കെ വെച്ച്, പിന്നെ അക്ഷരദീപമൊക്കെ തെളിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ വലിയ സന്തോഷമായിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഇരിക്കാൻ പറഞ്ഞിട്ടും പൊന്നു ആണെങ്കിൽ ഇത് കണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നിർബന്ധിച്ച് അതവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാ അങ്ങ് കൊണ്ടുപോകണം. അവൾക്ക് അത് കണ്ടങ്ങനെ അവിടെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നിട്ട് ഇനി അത് അക്ഷരദീപമൊക്കെ തെളിക്കും. പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അക്ഷരദീപം തെളിയിക്കും. അപ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ സാധാരണ പോലെ തന്നെ. അപ്പോൾ അവിടെ വന്നിരുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാഗ്, കുട, എന്താ പറയുക, ബുക്കുകൾ, അതൊക്കെ ഇതായി. പക്ഷെ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഒരു ഒരു പെട്ടി, ആ പെട്ടി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു അത് പെട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ട്രങ്ക് പെട്ടി, ആ പെട്ടിയുടെ അകത്താണ് ബുക്കൊക്കെ വെച്ചുകൊണ്ട് പോകുമല്ലോ ആ ഒരു കാലം. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് നമ്മൾ എല്ലാം അവരുടെ ഇഷ്ടങ്ങളെല്ലാം അങ്ങനെ നേടിക്കൊടുക്കുമ്പോഴും നമുക്ക് ആ പണം, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പണത്തിൻ്റെ ആ ഒരു മൂല്യം കൂടി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള രീതിയിൽ പ്രസംഗിക്കുകയുണ്ടായി കേട്ടോ. അല്ലാതെ അവരൊരു ആഗ്രഹം പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഏത് രീതിയിലും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും കൂടി വേറെ എന്തെങ്കിലും വഴിയും അവർക്കത് സാധിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ ആ പണം എങ്ങനെ വരുന്നു, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അത് എത്രത്തോളം കഷ്ടപ്പാടിലൂടെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ആ പണത്തിൻ്റെ മൂല്യം കൂടി ഉൾക്കൊണ്ട് ചിലവാക്കാനുള്ള ഒരു മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞു, ഹാപ്പിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.